കെൻസിംഗ്ടൺ ഓവലിൽ അന്നെല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു. വിരാട് കോഹ്ലിക്ക് കരച്ചിലടക്കാനാകുന്നുണ്ടായിരുന്നില്ല. പവലികന്റെ പടികൾ കയറിയ അയാൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കുമ്പോൾ നേരെ നിർദ്ദിശയിൽ രോഹിത് ശർമ്മ മൈതാനത്തേക്ക് ഇറങ്ങി വരുന്നു. ഇന്ത്യൻ നായകൻ കോഹ്ലിയെ ചേർത്ത് പിടിച്ച് ഒരല്പനേരം ആ പടികളിൽ തന്നെ നിന്നു. ഇരുവരുടെയും മനസ്സപ്പോൾ കാതങ്ങൾ പുറകിലേക്ക് സഞ്ചരിച്ച് കാണണം. 2007 ഇന്ത്യ പ്രഥമ T20 ലോക കിരീടം ചൂടുമ്പോൾ രോഹിത് ടീമിലുണ്ടായിരുന്നു. അന്ന് കോഹ്ലി ഇന്ത്യൻ കുപ്പായത്തിൽ അരങ്ങേറിയിട്ടില്ല. 2011 ഏകദിന ലോകകപ്പിലാകട്ടെ കോഹ്ലി സ്ക്വാഡിൽ ഇടം പിടിച്ചു. അതേസമയം രോഹിത്തിന് ടീമിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. അതായത് ആദ്യമായാണ് ഇരുവരും ചേർന്ന് ഒരു വിശ്വകിരീടം രാജ്യത്തിന് സമ്മാനിക്കുന്നത് എന്ന്. പൊടുന്നനെ ആ വിരമിക്കൽ പ്രഖ്യാപനവും ഉണ്ടായി. രോഹിത്തും കോഹ്ലിയുമില്ലാത്തൊരു T20 ടീമിനെ കുറിച്ച് ഇനി സങ്കല്പിച്ചു തുടങ്ങിയ മതിയാകും. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു യുഗം അവസാനിക്കുന്നു. ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് പിറകെ ദിവസങ്ങളുടെ ഇടവേളയിൽ ടെസ്റ്റ് ക്രിക്കറ്റിനോടും ഇരുവരും വിട പറഞ്ഞതോടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു തലമുറ മാറ്റത്തിന്റെ സൂചന ആരാധകർക്ക് ലഭിച്ചു. ഒറ്റ ഫോർമാറ്റിൽ കൂടിയേ ഇനി കോഹ്ലിയെയും രോഹിത്തിനെയും ഈ മൈതാനങ്ങളിൽ കാണാനാകൂ. അനധിവിദൂര ഭാവിയിൽ തന്നെ ഇരുവരും ദേശീയ കുപ്പായം പൂർണ്ണമായും അടിക്കും എന്നുറപ്പാണ്. എന്നാൽ അതിന് ഒരു ലോകകപ്പിന്റെ കൂടെ ആയുസുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിക്കറ്റ് സർക്കിളുകളിലെ സുപ്രധാന ചർച്ചകളിൽ ഒന്നായിരുന്നു അത്. ചില ദേശീയ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളാണ് ചർച്ചകൾക്ക് വഴിമരുന്നിട്ടത്. 2027 ലോകകപ്പ് ടീമിലേക്ക് ഇരുവരും BCCIയുടെ പരിഗണനയിൽ ഇല്ലെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഒക്ടോബറിൽ ഓസീസിനെതിരെ ആരംഭിക്കുന്ന പരമ്പര കോഹ്ലിയുടെയും രോഹിത്തിന്റെയും അവസാന പരമ്പരയാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇനി ലോകകപ്പ് കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇരുവരും ഈ വർഷം അവസാനം നടക്കുന്ന വിജയ് ഹസാരെ ട്രോഫിയിൽ പാഡ് കെട്ടേണ്ടി വരും എന്നാണ് പ്രചാരണങ്ങൾ. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇരുവരും കളിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ ഇടം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് വിരമിച്ചത് എന്നും ചില വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മോശം പ്രകടനത്തിന് പിന്നാലെ രോഹിത്തും കോഹ്ലിയും രഞ്ജി കളിക്കാൻ നിർബന്ധിതരായി. ഒരു പതിറ്റാണ്ടിന് ശേഷം ആഭ്യന്തര ക്രിക്കറ്റിലേക്കുള്ള താരങ്ങളുടെ തിരിച്ചുവരവ് ക്രിക്കറ്റ് സർക്കിളുകൾ ആഘോഷമാക്കി. എന്നാൽ അവിടെയും ഇരുവർക്കും ശോഭിക്കാനായില്ല. ഇതോടെ ഇംഗ്ലീഷ് പരമ്പരക്കുള്ള ടീമിൽ നിന്ന് തഴയപ്പെടുമെന്ന് ഉറപ്പായി. ഉടൻ വിരമിക്കൽ പ്രഖ്യാപനവും എത്തി. അതേസമയം 2027 ലോകകപ്പിൽ രോഹിത്തും കോഹ്ലിയും ഉണ്ടാകില്ലെന്ന തരത്തിൽ പ്രചരിച്ച റിപ്പോർട്ടുകളെ പൂർണ്ണമായല്ലെങ്കിലും തള്ളുന്നുണ്ട് BCCI. രോഹിത്തിന്റെയും കോഹ്ലിയുടെയും വിരമിക്കലിനെ കുറിച്ച് ഇപ്പോൾ ആലോചനകൾ ഇല്ലെന്നാണ് ബോർഡ് പറയുന്നത്. നിലവിൽ BCCIയുടെ ശ്രദ്ധ മുഴുവൻ ഏഷ്യ കപ്പിനെ കുറിച്ചും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിനെ കുറിച്ചുമാണ്. BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് PTI അടക്കമുള്ള വാർത്താ ഏജൻസികൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. 2027 ലോകകപ്പ് അരങ്ങേറുമ്പോൾ രോഹിത്തിന് 40 വയസ്സ് പൂർത്തിയാകും, കോഹ്ലിക്ക് 39. ആ പ്രായത്തിൽ ഒരു ലോകകപ്പിൽ കൂടി പാഡ് കെട്ടി ഇറങ്ങാനുള്ള കരുത്തും ഫോമും ഇരുവർക്കും ഉണ്ടാകുമോ എന്ന ആശങ്കയും പങ്കുവെക്കുന്നുണ്ട് ആരാധകർ. IPL 18ാം എഡിഷന് ശേഷം കോഹ്ലിയും രോഹിത്തും ഇതുവരെ മൈതാനത്തിറങ്ങിയിട്ടില്ല. അതിനാൽ തന്നെ ഓസ്ട്രേലിയൻ പര്യടനത്തിന് മുമ്പ് ഫോം വീണ്ടെടുത്ത് മടങ്ങിയെത്തൽ അനിവാര്യതയാകും. അടുത്ത മാസം അവസാനം ഓസ്ട്രേലിയ A ടീമിനെതിരെ നടക്കുന്ന ലിസ്റ്റ് സീരീസിൽ ഇന്ത്യ A ടീമിനൊപ്പം താരങ്ങൾ കളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ വർഷം തുടക്കത്തിലാണ് ഇരുവരും അവസാനമായി ഏകദിന ഫോർമാറ്റിൽ ഒരു ലോകവേദിയിൽ അവതരിച്ചത്. ദുബായിൽ വച്ച് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടം ചൂടുമ്പോൾ രോഹിത്തും കോഹ്ലിയും ടീമിലെ നിർണായക സാന്നിധ്യങ്ങളായിരുന്നു. 54.5 ആവറേജിൽ ബാറ്റ് വീശിയ കോഹ്ലി ടൂർണമെന്റിലെ റൺവട്ടക്കാരിൽ 5ാമനായിരുന്നു. 36 ആവറേജിൽ ബാറ്റ് വീശിയ രോഹിത് 5 മത്സരങ്ങളിൽ നിന്ന് 180 റൺസാണ് അടിച്ചെടുത്തത്. അതേസമയം മികച്ച ഫോമിലാണെങ്കിൽ രോഹിത്തിനും കോഹ്ലിക്കും ലോകകപ്പിലും അവസരം നൽകണമെന്നാണ് മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി അഭിപ്രായപ്പെട്ടത്. വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ പ്രതിഭാസങ്ങളാണ് കോഹ്ലിയും രോഹിത്തും. ഇരുവരുടെയും ഏകദിന റെക്കോർഡുകൾ അതിശയിപ്പിക്കുന്നതാണ്. അതിനാൽ തന്നെ ഫോം തുടരാനാവുമെങ്കിൽ ഇരുവരും മൈതാനങ്ങളിൽ ഇനിയും ഏറെക്കാലം തുടരട്ടെ, ഗാംഗുലി പറഞ്ഞു വെച്ചു. ഒരു വിശ്വവേദിയിൽ കൂടി കോഹ്ലിയും രോഹിത്തും ഇന്ത്യൻ ദേശീയ കുപ്പായത്തിൽ ഇനി മൈതാനങ്ങളിൽ ഉണ്ടാകുമോ? കാത്തിരുന്നു കാണണം.